LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ നീക്കം. അതിനുള്ള എല്ലാ നീക്കങ്ങളും BJP തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ ഈ മാസം പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യതയും. ജനകീയരും വ്യത്യസ്തരുമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചിക്കുന്നത്. നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് പരിഗണനയിലുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിലാണ് നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് ചർച്ച ചെയ്യുന്നത്. നേരത്തെ പലപ്പോഴും BJPയെയും നരേന്ദ്രമോദിയെയും പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ള നടനാണ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദനെ കൂടാതെ PC ജോർജ്, കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരും പത്തനംതിട്ടയിൽ ചർച്ചയിലുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. PC ജോർജിന്റെ സഹകരണം ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് BJP കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം ഉണ്ണി മുകുന്ദന്റെ പേര് പാർട്ടിയുടെ പരിഗണനയിലുണ്ടെന്ന് BJP വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. പാലക്കാട് ഉണ്ണി മുകുന്ദൻ മത്സരിച്ചാൽ നേട്ടമാകുമെന്ന് അഭിപ്രായമുള്ള നേതാക്കന്മാരുമുണ്ട്. ഇനി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി തന്നെയാകും സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയും റോഡ് ഷോ നടത്തുകയും ചെയ്തതോടെ തൃശൂരിൽ പ്രചരണത്തിന് തുടക്കമായി എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിലാണ് BJP ഇത്തവണ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. തൃശൂരും ആറ്റിങ്ങലും മാത്രമാണ് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ഏകദേശ ധാരണയായത്. അതേസമയം തിരുവനന്തപുരത്ത് ദേശീയ നേതാവിനെ മത്സരിപ്പിക്കണമെന്ന ചർച്ചയും സജീവമാണ്. കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറയുന്നത്. നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ, S ജയശങ്കർ എന്നിവരുടെ പേരാണ് കേന്ദ്രമന്ത്രിമാരുടേതായി കേൾക്കുന്നത്. നടൻ കൃഷ്ണകുമാർ മത്സരിച്ചാൽ നേട്ടമാകുമെന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത വിഭാഗവും പാർട്ടിയിലുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് എന്ന കാര്യത്തിൽ BJPയിൽ ഇതുവരെ ധാരണയായിട്ടില്ല. തിരുവനന്തപുരം MP ശശി തരൂരിനെ പിന്തുണച്ച് മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നത് BJP നേതാക്കളിൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മോദി നിരന്തരമായി കേരളം സന്ദർശിക്കുന്നത് പാർട്ടിയെ കൂടുതൽ സജീവമാക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നുമാണ് നേതാക്കളുടെ വിലയിരുത്തൽ. സിനിമാ രംഗത്ത് നിന്ന് ദേവൻ, മേജർ രവി, സുരേഷ് കുമാർ എന്നിവരെ BJPയുടെ നേതൃത്വത്തിലേക്ക് അടുത്തിടെ കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ്. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി ദേശീയ നേതൃത്വമാണെന്ന് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പറഞ്ഞിരുന്നു. കേരളത്തിൽ BJP കുറി കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കുമെന്നും അനിൽ അവകാശപ്പെടുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അനിലിനെ BJP മത്സരിപ്പിച്ചേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. ഇടുക്കി, കോട്ടയം സീറ്റുകളോ അല്ലെങ്കിൽ ചാലക്കുടി സീറ്റിലോ ആയിരിക്കും അനിലിനെ പരിഗണിക്കുക. ഏതായാലും BJP ജയിക്കാൻ തന്നെയുള്ള കളിക്കിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ കേരളമായതുകൊണ്ട് BJP അത്ര വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം.